നമ്മളിന്ന് കുടംപുളിയിലാട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് നൈറ്റ് ഇരുന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് പുറത്ത് കഴിക്കാൻ തോന്നില്ല. നമ്മളിതേ കുടംപുളി എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നല്ലൊരു ഗ്രീനി അറ്റ്മോസ്ഫിയർ ആട്ടോ. നല്ല എന്താ ഇത് ഫ്രണ്ട്ലി ആയിട്ടാണ്, പ്ലാൻ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഇതാക്കിയേക്കുന്നത് കേട്ടോ. രണ്ട് സൈഡിലും എല്ലാ സൈഡിലും ഇഷ്ടം പോലെ മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഗ്രീനിഷ്, നമ്മുടെ മൈൻഡ് തന്നെ കുറച്ച് റിഫ്രഷിങ് ആണ് രീതിയിലാട്ടോ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇരുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുക, സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ നമ്മളത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അകത്തിരുത്തി. എൻ്റെ സൈഡൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അവിടെ ഫുൾ ഓഫ് പ്ലാന്റ്സ് ആണ്. പിന്നെ ഈ സൈഡിലൊരു കുട്ടി ലൈബ്രറി പോലെ കുറച്ച് ബുക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈവൻ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം, ബുക്സ് റീഡ് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ കറങ്ങി ഇവിടെയൊക്കെ കാണാമെന്ന് ഓർത്തു. അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്ന്. അതിൻ്റെ ഈ സൈഡിലൊക്കെ കണ്ടോ, ലൈറ്റ് വർക്ക്സ് ആയാലും ചെടികളൊക്കെ ആയാലും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തേക്കണോണ്ട് നമുക്കൊരു ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മൂഡാണ്. നൈറ്റ് വൈബക്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റിലൊക്കെ ഈ ചെടിയൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഡെയിലി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഇത്രയും പവർ ഉണ്ടാവില്ല. വെയിലൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു കാം ആൻഡ് ക്വൈറ്റ് ഒരു നൈറ്റിലായിരിക്കുമല്ലോ വൈബ് കൂടുതൽ കിട്ടണേ. അപ്പം നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് ബാക്കിയുള്ളവരവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഒരു സീറ്റ് ഇതായിട്ടുണ്ട്. അപ്പം നമ്മൾ വിളിക്കും. അപ്പം നമ്മൾ വന്നിട്ട് ഇരുന്നു. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു. ഓർഡർ എടുത്തിട്ടാണ് അവർ ഇതാക്കി തരുന്നത് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. നമ്മൾ കിഴി പൊറോട്ടയും മന്തി ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും എവിടെ പോകുമ്പോഴും ഡിഫറെൻറ്റ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്തേക്കും. നമ്മളങ്ങനെ കേട്ടോ ചെയ്യാറ്. ആ കുരുപ്പിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുരുപ്പും വഴക്കുണ്ടാക്കും. ഒക്കെ വേറെ പ്ലേറ്റ് കൊടുക്കണം. അവൻ തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ പ്ലേറ്റിലേക്ക് വന്നത് ഞാനും അൺബോക്സ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ല തരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റിയാണ്. ഇത് കുടംപുളി സ്പെഷ്യൽ ഇവിടുത്തെ ഐറ്റം കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ പിന്നെയും കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി നടന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ ആട്ടോ പിന്നെ നമ്മൾ ഇറങ്ങിയത്. എന്തായാലും നല്ല മൈൻഡ് റിഫ്രഷിങ് ആയിരുന്നു. ഒരു നൈറ്റ് വൈബിനൊക്കെ പറ്റിയ, നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റിയൊരു മൂഡാട്ടോ അവിടെ. പാർക്കിങ്ങിനൊക്കെ സ്ഥലമുണ്ട്. ഫാമിലി ആയിട്ടത് അവിടെ ഓരോ ദിവസം ഓരോ സ്പെഷ്യലൊക്കെ അവിടെ മെൻഷൻ ചെയ്യും. ഇവിടെയൊക്കെ ഫുള്ള് ഓടി നടക്കുമായിരുന്നു. പിള്ളേർക്ക് കളിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ഓവറോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരാണ്. എവിടെ പോയാലും ഫുഡ് കഴിക്കാം.